ഹലോ അസ്സലാമു അലൈക്കും. കർമ്മ റോട്ടിലെ ഫ്ലവർ ഷോ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി കാണാൻ പോയ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ 2 കസിൻസും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി നല്ല ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത്. നല്ല ചിക്കൻ മന്തി, പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സേമിയ പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല മാങ്ങയും ചക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ വീട്ടിൽ കുറേ മാവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല മാങ്ങയും ചക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നല്ല ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതുപോലെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല മന്തി കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോകാമെന്നായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാന്. നല്ല മന്തിയൊക്കെ കഴിച്ച് വൈകുന്നേരം ഓരോ ഗ്ലാസ് ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ കർമ്മ റോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 5:30 മണിയോട് കൂടിയാണ് കേട്ടോ നമ്മൾ കർമ്മയിൽ എത്തുന്നത്. ആ ടൈമിൽ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്ക് ഇങ്ങനെ ആയി വരുന്നേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സ്കൂട്ടിയിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് നല്ല സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആയി വരുന്നതുകൊണ്ട് നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ കയറി എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കൂടി പുറത്ത് വെയിറ്റ് ചെയ്തിട്ടോ. കാരണം നല്ലൊരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ വന്നതിന് ഒന്നുകൂടി ഭംഗിയാവുമല്ലോ എന്ന് കരുതി കുറച്ച് നേരം കൂടി പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 6:30 ടൈം ആകുമ്പോൾ നമ്മളിതാ ഫ്ലവർ ഷോയുടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഫ്ലവർ ഷോ ആണ്. അപ്പോൾ കയറി വരുന്നിടത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല ലൈറ്റ്സൊക്കെ അവർ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഷോയുടെ തുടക്കത്തിൽ ഇതാ ഇതേപോലെ ഫുള്ള് ഫ്ലവേഴ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നടന്ന് കണ്ട് ചെടികളും നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ മെല്ലെ നടക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടുകൾ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അത് ഓക്കെയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് കുറച്ച് നേരമൊക്കെ നടന്ന് കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ഇതുപോലത്തെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഇങ്ങനെ കിളികൾ നമ്മളെ തലയുടെ മേലക്കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. പിന്നെ നല്ല പ്രാവും കോഴികളും പിന്നെ പാമ്പ്, ഓന്ത്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം ഒന്ന് നടന്ന് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രാവുകൾ, ഈ കിളികൾ നമ്മളെ തലയുടെ മേലക്കൂടെ ഇങ്ങനെ പറക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ കുറേ പ്രാവുകൾ ഇവിടെ ഉണ്ട്. പാട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് കുറേ സ്റ്റാൾ ഇട്ടിട്ടുള്ള ഒരു ഏരിയക്കാണ് കേട്ടോ. ഇവിടെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. നല്ല പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഫാൻസി ഐറ്റംസും സ്വീറ്റ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റിയ രീതിയിൽ കുറച്ച് ഒരു 5-8 സ്റ്റാൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്റ്റാളുകളൊന്നുമില്ല ഉള്ളത്, പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ നടന്ന് കാണാവുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്ന ഒരുപാട് നൊസ്റ്റാൾജിയ തോന്നിക്കുന്ന ഒരുപാട് മിഠായികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയിട്ടുണ്ട് ഒരു ഫുഡ് സ്റ്റാളിലേക്കാണ്. ഒരുവിധ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. നല്ല ചായ, പിന്നെ ഒരുപാട് പലഹാരങ്ങളും ഇവിടെ അവർ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നല്ല ജ്യൂസ്, മൊയ്റ്റോ, അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ നല്ല തിരക്കായിട്ട് വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഇവരൊരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് ഷോയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമിയും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ നമ്മൾ ഓരോ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ആ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നിവിടെ ഒരു ഫാമിലി പാട്ട് പാടാനായിട്ട് വരുന്നു. പക്ഷെ അവർ ബ്ലോക്കിൽ വിട്ടിട്ട് കുറേ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഒന്ന് കണ്ടത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫാമിലി എല്ലാവരും നല്ല പാടുന്ന ആളുകളായിരുന്നു. അങ്ങനെ
കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങാൻ കരുതിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഗെയിംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കയറുന്ന ആളുകൾ കുറവാണ്, കാരണം എല്ലാവരും അവിടെ സ്റ്റേജ് ഷോയുടെ അവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് നല്ല ചെടികൾ കണ്ടപ്പോൾ ഉമ്മയും പിന്നെ മാമിയൊക്കെ ചെടിയൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കർമ്മ റോട്ടിലെ ഫ്ലവർ ഷോയുടെ വിശേഷങ്ങൾ കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞിട്ട്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നേ.